നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഉണ്ട്, ഈവൻ പബ്ജി ഉണ്ട്, ക്യാൻഡി ക്രഷ് ഉണ്ട്, പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണർന്നിരിക്കുന്നത് നമ്മുടെ സമയത്തിൻ്റെ 70% നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഫോണിലാണ്. സോ ഉറപ്പായിട്ടും ഈ ഫോണിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ, ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ കാണണം. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലോ ചിന്തയിലോ മാത്രം മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതിനെല്ലാം സ്വാധീനിക്കുന്ന നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസിൽ വരെ നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡറായി ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രേഡറുടെ കയ്യിൽ അല്ലെങ്കിൽ ട്രേഡറുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. കാരണം അതിൽ നിന്നുണ്ടാകുന്ന ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ് ലൈഫിൽ നമ്മൾ ആ ഒരു സക്സസ്സിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഫോണിൽ വളരെ യൂസ്ഫുൾ ആവുന്ന സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ചില ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സ്റ്റോക്ക് മാർക്കറ്റ് ലിറ്ററസിയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തതയുടെ വിജയം വരെയും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. വെൽക്കം ടു ദ വീഡിയോ. സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് മാർക്കറ്റിലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എക്കോണമിയുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ ന്യൂസും ഇന്ത്യയിലുള്ള ടോപ്പ് ഫിനാൻഷ്യൽ ന്യൂസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള പിക്ഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് മണി കൺട്രോളിനെയും ET മാർക്കറ്റിനെയും പോലത്തെ ആപ്ലിക്കേഷൻസിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ളതും ഈവൻ ഒരു ദിവസം മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പ് 10 ന്യൂസസും പോലും ഷോർട്ട് ചെയ്തുകൊണ്ട് അതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് പോലും കിട്ടുന്ന രീതിയിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ന്യൂസിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും യൂസ്ഫുള്ളുമായിട്ടുമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസ് നമ്മൾ ബ്രോക്കറുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്തിരുന്നത് പോലെ മണി കൺട്രോൾ ആപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുകൊണ്ട് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനും ഈവൻ ആ പറയുന്ന സ്റ്റോക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ മൂവ്മെന്റ്സും പെർഫോമൻസും ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനും ഇത്തരം ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നു. അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് സ്റ്റോക്ക് എഡ്ജ്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് എഡ്ജിലും നടക്കും. കുറച്ചുകൂടെ യൂസർ ഇന്റർഫേസ് പക്കയായിട്ടുള്ള പല സെഗ്മെന്റുകളായിട്ട് തരംതിരിച്ചു ഈസി ആയിട്ട് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് സ്റ്റോക്ക് എഡ്ജിൽ നല്ല രീതിയിലുണ്ട്. ഞാൻ യൂസ് ചെയ്തെടുത്തോളം സ്റ്റോക്ക് എഡ്ജ് ആണ് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടിക്കർ ടേപ്പ് ആണ്. ടിക്കർ ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനർ .inലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഫെസിലിറ്റിയാണ് നമുക്ക് ടിക്കർ ടേപ്പ് ആപ്പിൽ കിട്ടുന്നത്. ആക്ച്വലി എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി നമുക്കൊരു സ്റ്റോക്കിനെ കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിന്റെ ടോട്ടൽ കംപ്ലീറ്റ് പിയർ കമ്പാരിസൺ ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ഫണ്ടമെന്റൽ നമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാ റേഷ്യോസും ഈവൻ അതിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചാർട്ട്സ് ഉൾപ്പെടെ കിട്ടുന്ന വളരെ ഈസിലി ഒരു സ്റ്റോക്കിനെ ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ടിക്കർ ടേപ്പ് നമുക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ബിഗിനർ ആണെങ്കിൽ ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂവിനെ പറ്റിയിട്ട് വിശദമായിട്ടൊരു വീഡിയോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ ഉള്ള അല്ലെങ്കിൽ വെബിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ബട്ട് ഫോണിൽ പോലും നമുക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ടുകൾ വിശദമായിട്ട് അനലൈസ് ചെയ്യാനും കംപ്ലീറ്റ് ആയിട്ടുള്ള ടൂൾസ് ഫോണിൽ തന്നെ യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് പ്ലേ സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ആപ്പ് അവൈലബിൾ ആയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ അനാലിസിസും നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊണ്ട് ഫോണിൽ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ അപ്ഡേറ്റഡ് ആവുകയും ആ പറയുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഫോണിൽ കിട്ടുകയും ഈവൻ നമുക്ക് ചാർട്ട് ഫോണിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി പോലും ട്രേഡിംഗ് വ്യൂ നമുക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്കൊരു വീഡിയോ നെക്സ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും.
ആയിരിക്കും. ഇപ്പോൾ ഇത്ര ആപ്പുകൾ തന്നെ ധാരാളമാണ്. ഇനി ആപ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഇപ്പോഴും നമ്മൾ ഫോൺ ആദ്യമായിട്ട് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്തിട്ട് ആദ്യമായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കണം, മറ്റേ ആപ്പ് മറ്റേതിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ബട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലുള്ള ഈ പല ആപ്പുകളും നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഒരേ പർപ്പസിൽ തന്നെ 5-6 ആപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും. ഈവൻ അതിലൊരെണ്ണം പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ കാരണം നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി തന്നെ ബാധിക്കുന്ന സിനേറിയിലൂടെ അത് പോകാറുള്ളൂ എന്നുള്ളത് ബേസിക് ഹ്യൂമൻ സൈക്കോളജിയാണ്. സോ ഉറപ്പായിട്ടും നമ്മൾ ഇത്ര ആപ്സ് യൂസ് ചെയ്താൽ തന്നെ വേണ്ട രീതിയിലുള്ള നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. സോ ഉറപ്പായിട്ടും ഈ ആപ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ട്രേഡിംഗ് വ്യൂവിനെ പറ്റിയിട്ടായിരിക്കും അടുത്ത വീഡിയോ. സോ കീപ് വെയിറ്റിംഗ്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് കാണും പല ആപ്പുകളും സജസ്റ്റ് ചെയ്യാൻ, ഉറപ്പായിട്ടും ആ ആപ്പിൻ്റെ പേരും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കും. സോ എന്തായാലും